നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഈ രംഗത്ത് ആരും വരുന്നില്ല, എല്ലാവരും സൈലന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ കണ്ണ് തുറക്കണം, കണ്ണ് തുറന്നിട്ട് നമുക്ക് ഇതിന് പരിഹാരം കാണണം. അതാണ് നമുക്ക് കുറിച്ച് ഒറ്റ വാക്കും കൂടി. എന്റെ കുട്ടിക്ക് ഇൻസിഡന്റ് ഉണ്ടായി, ഇവരെ കുട്ടി മരിച്ചു. അതുപോലെ കേരളത്തിൽ കുറെ തെരുവുനായ അറ്റാക്കുകൾ റിപ്പോർട്ട് ചെയ്തതും ചെയ്യപ്പെടാത്തതും ഒക്കെ ഉണ്ടായി. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞു, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം ഇടയ്ക്ക് പ്രകടന പത്രികയിലൊക്കെ തെരുവുനായ വിഷയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് സംസ്ഥാന ബജറ്റ് ഉണ്ടായത്. സംസ്ഥാന ബജറ്റ് എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനം ഭരിക്കുന്നവരുടെ ഒരു പ്രാക്ടിക്കൽ സാധനമാണല്ലോ. അതിൽ തെരുവുനായ ഈ ആക്രമണത്തിനെതിരെയുള്ള ഒരു സാധനം നീക്കി വെച്ചില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു ഫാക്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ നമുക്ക് ശക്തമായ ആ പ്രതിഷേധം, ഒരു പിതാവ് എന്നുള്ള നിലക്കുള്ള പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഷെൽട്ടർ ഹോമിൽ താമസിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെന്റിന് ഇന്നത്തെ കാലത്ത് എല്ലാ പട്ടിയും നായ്ക്കളെയും ഷെൽട്ടർ ഹോമിൽ താമസിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റൂല. ഇവിടെ ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഫണ്ടും ഈ പറയുന്ന ഇത്, അപ്പോൾ സാർ ഉദ്ദേശിക്കുന്ന ദയാവധം തന്നെ അല്ലേ? നിലവിലെ നിയമത്തിൽ നമുക്ക് ദയാവധം ചെയ്യാൻ സാധിക്കുന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് സാധിക്കാതെ വരുന്നെങ്കിൽ അതുപോലും ഭംഗിയായിട്ട് ഇപ്പം നമ്മൾ തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു 10% എങ്കിലും കാല് വണ്ടി കയറി ഒടിഞ്ഞ് ഞൊണ്ടി നടക്കുന്നത്, ചൊറി ബാധിച്ചിട്ട് അതിന് തന്നെ ചൊറിയാൻ പറ്റാത്ത രീതിയിൽ ചൊറി ബാധിച്ചത്, മെയിഞ്ച് ബാധിച്ചത്, പിന്നെ പല വിധങ്ങളായ അസുഖങ്ങളും. ഇങ്ങനെയുള്ളതിനെ തീർച്ചയായിട്ടും നമുക്ക് യൂത്തനേഷ്യക്ക് വിധേയമാക്കാവുന്നതാണ്. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ പ്രശ്നം, നായകളെ കുട്ടികളെ ആക്രമിക്കുമ്പോൾ ആ സമയത്ത് ഉയർന്നു വരുന്ന ഒരുപാട് ചിന്തകളുടെ സമയമാണ്. ഈ സമയത്ത് നമുക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം. അല്ലാണ്ട് നായസ്നേഹികളും അല്ലെങ്കിൽ നായവിരോധികളും തമ്മിലുള്ള ഒരു അതിൽ വേണ്ടത് ഇപ്പോൾ തെരുവിൽ അലയുന്ന നായ്ക്കളെ സംരക്ഷിക്കുവാൻ ഷെൽട്ടർ വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനെ സ്വകാര്യ കമ്പനികളുടെ CSR ഫണ്ട് അടക്കം ഉപയോഗപ്പെടുത്തി അതിനുശേഷം വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ട്, അദ്ദേഹം പറഞ്ഞ പോലെ മൈക്രോ ചിപ്പ് കൊടുത്തുകൊണ്ട്, അതുകൊണ്ട് മാത്രം തീർന്നില്ല, അതിന്റെ മരണശേഷം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ഇല്ല എങ്കിൽ അത് അവശതയാവുമ്പോൾ തെരുവിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അതിനുള്ള താല്പര്യവുമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് അവയെ ഷെൽട്ടറിൽ അടയ്ക്കണം, മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാകരുത്. എന്തായാലും നമ്മൾക്ക് ഒരു 6 മാസത്തിനുള്ളിൽ അടുത്ത സുപ്രീം കോടതി ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. നല്ലൊരു വിധി വരും. അതിന്റെ പിന്നിൽ മനുഷ്യാവകാശത്തിന്റെ ശക്തിയുണ്ട്.